ഒറ്റ ഒരു ബേസിക് ഷേപ്പ് കൊണ്ട് ഒരു അരയന്നത്തിന് മനോഹരമായിട്ട് നമുക്ക് വരയ്ക്കാൻ പഠിച്ചാലോ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പാണ്. ഓവൽ ഷേപ്പ് അരയന്നത്തിൻ്റെ ഹെഡിൻ്റെ ഭാഗത്താണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കർവാണ് നമ്മൾ വരയ്ക്കുന്നത്. എസ് കർവ്, റിവേഴ്സ് എസ് കർവ് എന്ന് വിളിക്കും. എസ് എന്ന് എഴുതിയത് തിരിച്ചിട്ട് പോലത്തെ ഒരു കർവ്. അത് നമ്മുടെ കഴുത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് എഡ്ജസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്. നെക്സ്റ്റ് ബേസിക് ഷേപ്പ് ഇനി വരുന്നത് വീണ്ടും ഒരു ഓവൽ ഷേപ്പാണ്. അത് നമ്മുടെ അതിൻ്റെ ബോഡി, ടോട്ടൽ ബോഡി ഉണ്ടല്ലോ, ടോട്ടൽ ബോഡിയുടെ ഭാഗത്താണ് വരയ്ക്കുന്നത്. ഇനി ബാക്കി ഡീറ്റെയിലിംഗ് ആണുള്ളത്. അപ്പോൾ ഇത്രയും ഷേപ്പുകൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിലിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അരയന്നത്തിനെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അരയന്നത്തിൻ്റെ കൊക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ ഇറേസ് ചെയ്ത് കണ്ണിൻ്റെ പോർഷനാണ് നമ്മൾ ആദ്യം ഫോക്കസ് കൊടുക്കുന്നത്. കാരണം അരയന്നത്തിൻ്റെ കണ്ണ് നല്ല നീറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ ചിത്രം കാണാനായിട്ട് പ്രത്യേക ഭംഗിയുണ്ടാവും. അപ്പോൾ കണ്ണ് ഒരു സർക്കിളായിട്ട് വരയ്ക്കുന്നു, കണ്ണിന് ചുറ്റും ചെറിയൊരു ഡാർക്കായിട്ടുള്ള ഡിസൈൻ പോകുന്നുണ്ട്. ആ ഡിസൈൻ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈൻ ഡ്രോയിങ്ങിൻ്റെ ചിത്രങ്ങൾ ഞാൻ റെഫർ ചെയ്യാനായിട്ട് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ലൈൻ ഡ്രോയിങ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് ചിത്രങ്ങൾ കിട്ടും. അതൊക്കെ നോക്കി വരയ്ക്കുന്നത് നല്ലതാണ് നമുക്ക് പ്രാക്ടീസിനായിട്ട്. നോക്കി വരയ്ക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ഷേപ്സ്. ഇതേപോലെ സിമ്പിൾ ഷേപ്പിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഡീറ്റെയിലിംഗ് എല്ലാം അവസാനം വരയ്ക്കാനുള്ളതാണ്. അരയന്നത്തിൻ്റെ കഴുത്ത് ഭാഗത്ത് ഞാൻ കൊടുത്ത ചെറിയ ഷെയ്ഡിങ് പോലത്തെ ചെറിയ ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് ഏറ്റവും അവസാനമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ നീന്തുന്ന ഒരു അരയന്നമാണ്, അതുകൊണ്ടാണ് താഴെ ഒരു ലൈൻ വരച്ചിട്ട് വെള്ളത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ടാസ്ക് എന്ന് പറയുന്നത് ചിറകുകൾ വരയ്ക്കുക എന്നുള്ളതാണ്. ചിറക് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്ലൈനോടൊപ്പം ചിറകിൻ്റെ തൂവലിൻ്റെ ഓരോ ഷേപ്പും ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് അത് നമ്മൾ വരച്ചെടുക്കണം. കാരണം അവിടെ നമ്മൾ അത്രയും ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടില്ലെങ്കിൽ ആ ഷേപ്പുകൾ മാറിപ്പോവാനും ടോട്ടൽ ആ പിക്ചറിന് ആ ഒരു ഭംഗി കിട്ടാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെയർ നോക്കിയേ, ചിറകിൽ തന്നെ ഡിഫറെൻറ്റ് ലെയറിൽ തുവലുകൾ ഇങ്ങനെ അടക്കി വെച്ച പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. ആ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കും. വാലൊക്കെ വളരെ സിമ്പിളായിട്ട് 2 കർവ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ലൈൻസ് വാലിൻ്റെ അവിടെ ഇടുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനം അത് ഞാൻ പറഞ്ഞല്ലോ, വാട്ടറിലാണത് നീന്തുന്നത്. സോ വാട്ടറിൽ ചെറിയ ആ വേവ്സ് പോലെ കൊടുത്തിട്ട് അരയന്നത്തിൻ്റെ ചിറകിൻ്റെ അവിടെയുള്ള ഷെയ്ഡ് നമ്മൾ കൊടുത്ത് അറ്റ് ദ എൻഡ് ചിത്രം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൽ അരയന്നത്തിൻ്റെ റിഫ്ലക്ഷൻ ഇടാനും കൂടി നിങ്ങൾ മറക്കരുത്. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചിത്രം നിങ്ങൾക്കും വരയ്ക്കാൻ സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.